തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയമുള്ളവരെ, ഫ്രാൻസിസും ഒരു ശിഷ്യനും കൂടി ഒരിക്കൽ വഴിയിലൂടെ നടക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് ഒരു പണസഞ്ചി താഴെ കിടക്കുന്നത് കണ്ടു. ശിഷ്യൻ അത് എടുക്കാനായിട്ട് നിർബന്ധിച്ചു. ഫ്രാൻസിസ് പറഞ്ഞു അത് വേണ്ട. ശിഷ്യൻ പറഞ്ഞു അതെടുത്ത് ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് നൽകാം. ഫ്രാൻസിസ് പ്രത്യേകം ആ ശിഷ്യനോട് പറഞ്ഞു ഇത് പിശാചിൻ്റെ ഒരു തന്ത്രമാണ്, അത് തന്നെയല്ല, വല്ലവരുടെയും പൈസ എടുത്ത് പാവങ്ങളെ സഹായിക്കുന്നത് ശരിയായ രീതിയല്ല, അതുകൊണ്ട് അതെടുക്കണ്ട. ഫ്രാൻസിസ് മുന്നോട്ട് നടന്നു. ശിഷ്യൻ പിന്നാലെ നടന്ന് ഫ്രാൻസിസിനെ കുറ്റപ്പെടുത്തി. ഫ്രാൻസിസിന് പാവങ്ങളോട് അനുകമ്പയില്ലാത്തത് കൊണ്ടാണെന്നും ഈ പൈസ എടുക്കാൻ അനുവദിക്കണമെന്നിങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. കുറേയധികം നിർബന്ധമായി കഴിഞ്ഞപ്പോൾ പണസഞ്ചി കിടന്ന സ്ഥലത്തേക്ക് തിരിച്ചു നടന്നു. അതിൻ്റെ മുന്നിൽ വന്ന് ഫ്രാൻസിസ് കുറച്ചു നേരം കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് ശിഷ്യനോട് അതെടുത്തോളാൻ പറഞ്ഞു. ശിഷ്യൻ അതെടുത്ത് തുറന്നു കഴിഞ്ഞപ്പോൾ അതിൽ നിന്നും വലിയൊരു സർപ്പം പുറത്തേക്ക് ചാടിയെന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കാൻ വിളിക്കപ്പെട്ടവർക്ക് പണസഞ്ചി ഒരു വലിയ സർപ്പത്തെ പോലെ. ഒരാൾ ദൈവത്തോട് അടുത്തു വന്നതിൻ്റെ തെളിവെന്താണ്? അയാളിൽ ഉപേക്ഷിക്കലുകൾ കൂടും. ഇത്രയും മതിയെന്ന് പറയാൻ പറ്റും. പൗലോസ്ലീഹ അതുകൊണ്ടാണ് ഓർമ്മിപ്പിക്കുന്നത്, ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും കാരണം. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ചിലതിനോടൊക്കെ മതിയെന്ന് പറയാൻ സാധിക്കട്ടെ. ഇത്രയും മതി, ഇത്രയും സൗകര്യങ്ങൾ മതി, ഇത്രയും സ്നേഹം മതി, ഇത്രയും ആദരവ് മതി എന്നൊക്കെ പറയാൻ പറ്റിയാൽ അത് വലിയൊരു കാര്യമാണ്. നമുക്കിന്ന് അതിനെക്കുറിച്ച് ധ്യാനിക്കാം. പണത്തോടുള്ള അമിതമായ ആസക്തി നമ്മളെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈശോയുടെ കരങ്ങളിൽ അതിനെ സമർപ്പിക്കാം. ഈശോയെ, ഞങ്ങളെ അതിന് സഹായിക്കണമേ. ആമേൻ.